പിന്നെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളെ മലേഷ്യയിൽ എങ്ങാണ്ട് ഇവർ ഹണിമൂണിന് പോയിട്ട് വരുന്ന വഴിക്ക് അവരെ എടുക്കാൻ പോയത് ആ പപ്പമാർ 2 പേരും കൂടെ. മോടെ പപ്പായും മോൻ്റെ പപ്പായും കൂടെ ആയി പോയത്. മോടെ പപ്പായ വണ്ടി ഓടിച്ചതെന്നാണ് ഇപ്പം ഞാൻ അറിഞ്ഞത്. അത് എൻ്റെ അനിയനാണ്. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. പോയിട്ട് വന്ന വരവാ. അപ്പം എയർപോർട്ടിൽ നിന്ന് പപ്പമാർ 2 കൂടെ കുഞ്ഞുങ്ങളെ പിക്കപ്പ് ചെയ്യാൻ സന്തോഷമായിട്ട് ചെന്നതാ. ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം. അത് നമ്മുടെ കൺമുമ്പിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു 9-9.5 കിലോമീറ്ററോളം ചെല്ലുമ്പോൾ വീട്ടിൽ ചെന്നു. 2 പേരും ഒരു സ്ഥലക്കാരാ. മോടെ വീട് വട്ടക്കുളഞ്ഞി, മോൻ്റെ വീട് പിന്നെ പ്രമാടം. ഇത്രയും നല്ല ശാന്ത സ്വഭാവക്കാരനായ നല്ലൊരു കുഞ്ഞിന് ദൈവം അവർക്ക് ഇത്രയും നല്ലൊരു മോനെ ദാനമായിട്ട് നൽകിയല്ലോ എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അത്രയ്ക്കും നല്ല കുഞ്ഞായിരുന്നു. പള്ളിയിലായാലും സ്കൂളിലായാലും കോളേജിലായാലും എല്ലായിടത്തും നല്ല മാതൃകയായിട്ടുള്ള ഒരു മാതാപിതാക്കൾക്ക് അനുസരണയുള്ള ഒരു മകനായിരുന്നു. നല്ല ദൈവഭക്തിയുള്ള മകനായിരുന്നു. കല്യാണം 2 ആഴ്ച മുമ്പ് 30-ാം തീയതി ആയിരുന്നു. കഴിഞ്ഞ മാസം 30-ാം തീയതി ആയിരുന്നു. എല്ലാവരും പങ്കെടുത്ത് നല്ല രീതിയിൽ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹമായിരുന്നു. ഭയങ്കര ആഘോഷമായിരുന്നു. 10-12 അച്ഛന്മാരും തിരുമേനി എല്ലാവരും കൂടി സംബന്ധിച്ച് നല്ല മംഗളകരമായ ഒരു വിവാഹമായിരുന്നു. എന്തൊരു വിനയമാണ്, എന്തൊരു സൗമ്യതയാണ്. പാവങ്ങളെന്നോ പണക്കാരെന്നോ ഒന്നുമില്ലാത്ത നല്ലൊരു മാതൃക കുടുംബമായിരുന്നു. മാതാപിതാക്കളെ അനുസരിക്കുന്ന മകനായിരുന്നു.